നമസ്കാരം കൂട്ടുകാരെ, പ്രിയാസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ടെറസിലെ പയർ കൃഷിക്ക് മുഞ്ഞയൊക്കെ തുരത്താനുള്ള ഒരു ഒറ്റമൂലി പറഞ്ഞു തരാമെന്ന്. നോക്ക്, ഇതെൻ്റെ പയർ കൃഷിയാണ്. ടെറസിൽ ഇതെൻ്റെ പയറുകളൊക്കെ വന്നു തുടങ്ങി, പയറൊക്കെ കായ്ച്ചു തുടങ്ങി, പൂക്കളൊക്കെ നിറയെ വരുന്നുണ്ട്. നോക്ക്, ഇതിലൊന്നും മുഞ്ഞയോ യാതൊരുവിധ കേടുപാടുകളോ ഒന്നും വന്നിട്ടില്ല. ഇതാ, ഒരസുഖവും ഇല്ല, ഒരു കീടബാധയും ഇല്ല. ഇതിനുള്ള ഒരു ഒറ്റമൂലം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ, അതിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇത് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം നമ്മൾ തലേ ദിവസം തന്നെ ഒരു വലിയ തുടം വെളുത്തുള്ളി 1/2 ലിറ്റർ വെള്ളത്തിൽ ചതച്ച് ചേർത്ത് നന്നായി തിളപ്പിക്കുക. അതിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. വീട്ടിൽ നമ്മൾ പൊടിപ്പിച്ചുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ വേണ്ടത് വേപ്പെണ്ണയാണ്. ഇതാ, നല്ല ക്വാളിറ്റിയുള്ള വേപ്പെണ്ണ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ സിന്തറ്റിക് വിനീഗറാണ്. ഇത് കണ്ടില്ല. പിന്നെ നമ്മുടെ ലിക്വിഡ് സോപ്പ്, പാത്രമൊക്കെ കഴുകാൻ നമ്മളെടുക്കുന്ന ലിക്വിഡ് സോപ്പ് ഉണ്ടല്ലോ, അത്, വെള്ളം. ആദ്യം വേണ്ടത്, നമ്മൾ ഈ തലേദിവസം ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്നതിന് കാരണം, ഇത് നന്നായി തണുത്താലേ നമുക്ക് ചെടികളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ വെളുത്തുള്ളി അരച്ച് തന്നെ എടുക്കുക, അതും ചേർത്ത് തിളപ്പിച്ചിട്ട് അത് തണുപ്പിച്ചെടുത്ത ലിക്വിഡാണത്. 5 ml വേപ്പെണ്ണ, അതേപോലെ 5 ml വിനാഗിരി. അളവൊട്ടും കൂടരുത് കേട്ടോ. ഇതെല്ലാം വളരെ കീടനാശക ശേഷിയുള്ള സാധനങ്ങളാണ്. അളവ് കൂടുന്നത് നമ്മുടെ ചെടിയെ ദോഷകരമായി ബാധിക്കും. അതുപോലെ ഒരു 5 ml ലിക്വിഡ് സോപ്പ്. ഈ നമ്മുടെ ഓയിലുണ്ടല്ലോ, വേപ്പെണ്ണ, അതിനെ വെള്ളത്തിൽ ലയിക്കുന്നതിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡ് സോപ്പ് ചേർക്കുന്നത്. എന്നിട്ട് സ്പ്രെയറിലേക്ക് ഒഴിക്കുക. ഇത് 1 ലിറ്ററിൻ്റെ ഒരു സ്പ്രെയറാണ്. സ്പ്രെയറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കുലുക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ച ശേഷം നമ്മൾ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്പ്രെയറിൽ നിറച്ച ലിക്വിഡ് നമ്മളിങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുക. ഇതാ, ഇത് നോക്കൂ. ഇത് ശരിക്കും നമ്മുടെ ടെറസിൽ ഒരുവിധപ്പെട്ട കൃഷികൾക്ക് വരുന്ന രോഗങ്ങളെയെല്ലാം പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമാണ്. പയറിലെയും മുളകിലെ വെള്ളീച്ച എന്ന് പറയുന്നത് അതിൻ്റെ ഇലകളുടെ നീരൂറ്റി കുടിച്ച് പിന്നെ ചെടി അങ്ങ് മഞ്ഞിച്ച് മുളകില്ലാതായി പോവും. അത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് വെള്ളീച്ച. അപ്പോൾ അതിനെ തുരത്താനും നമുക്ക് ഈ സൊല്യൂഷൻ ഉപയോഗിക്കാം. ഒരുവിധം ജൈവ കീടനാശിനികളിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിലൊന്നും മുഞ്ഞയോ ഉറുമ്പോ അങ്ങനെ യാതൊരുവിധ കീടങ്ങളും ഇല്ല. വളരെ ഹെൽത്തി ആയിട്ട് തലപ്പുകളൊക്കെ വരുന്നുണ്ട്, പയറും പിടിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.